ഇന്ന് നമുക്ക് രാസ്ത എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, മകൾക്ക് 2.5 വയസ്സുള്ളപ്പോൾ ഗൾഫിൽ വീട്ടുജോലിക്ക് പോയ ഉമ്മ. പിന്നീട് ഉമ്മയുടെ ഒരു വിവരവുമില്ല. ഉമ്മയെ അന്വേഷിച്ച് 22 വർഷങ്ങൾക്ക് ശേഷം മകൾ ഗൾഫിലെത്തി. അവൾക്ക് എല്ലാ സഹായത്തിനും നായകനും കൂട്ടരും ഉണ്ടായിരുന്നു. അന്വേഷണങ്ങൾക്കൊടുവിൽ ഉമ്മയുള്ള സ്ഥലം കണ്ടെത്തുകയാണ്. അവിടേക്ക് പോകും വഴി ലോകത്തിലെ തന്നെ അപകടം നിറഞ്ഞ ഒരു മരുഭൂമിയിൽ അവർ പെട്ടുപോയി. അവർ രക്ഷപ്പെട്ടോ ഇല്ലയോ, ആ മകൾ ഉമ്മയെ കണ്ടോ ഇല്ലയോ എന്നതാണ് കഥ. എങ്കിൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ നായകനായ ഫൈസലിനെ കാണിക്കുന്നു. ഒമാനിലാണ് ഫൈസൽ ഉള്ളത്. ഫൈസലിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ദിവ്യ. രണ്ടാളും ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതും. ദിവ്യയ്ക്ക് ഫൈസലിനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഇതുവരെയും അത് തുറന്നു പറഞ്ഞിട്ടില്ല. കൂട്ടുകാരി പറയുന്നത്, ദേ നീ പറയാനുള്ളത് പറഞ്ഞോ, ഒരാൾ കൂടി വരുക, അപ്പോൾ അവന്റെ മനസ്സ് മാറിയല്ലോ എന്ന് ദിവ്യ ഉപദേശിക്കും. വരുന്നത് ആരെന്നാൽ ഷഹാന എന്ന പെൺകുട്ടിയാണ്. ഈ ഫൈസലിന് വേണ്ടപ്പെട്ട ആളാണ് സലീം പറഞ്ഞിട്ടാണ് ഷഹാനയെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ഫൈസൽ എത്തുന്നതും. ഷഹാനയുടെ കൂട്ടുകാരിയുടെ ഇക്കയാണ് ഈ സലീം. ഷഹാന വന്നിരിക്കുന്നത് അവളുടെ കുഞ്ഞിലെ ഗൾഫിൽ വീട്ടുജോലിക്ക് പോയ ഉമ്മയെ കണ്ടുപിടിക്കാനായിട്ടാണ്. അവൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യുന്നത് ഫൈസലായിരുന്നു. കാരണം സലീമിനോട് ഫൈസലിന് അത്രയും കടപ്പാടുണ്ട്. അതുകൊണ്ട് സലീം എന്ത് പറഞ്ഞാലും ഫൈസൽ നോ പറയില്ല. ഷഹാനയെ ദിവ്യയുടെ വീട്ടിലേക്കാണ് ഫൈസൽ കൊണ്ടുവന്നതും. അന്ന് ഷഹാന തന്റെ ഉമ്മയെ പറ്റി ദിവ്യയോടും ദിവ്യയുടെ ഫ്രണ്ടിനോടും തുറന്നു പറയും. എനിക്ക് 2 വയസ്സുള്ളപ്പോഴാ ബാപ്പയ്ക്ക് സുഖമില്ലാതായപ്പോൾ ഉമ്മ ഗൾഫിലേക്ക് പോയത്. പിന്നെ നിർത്തി വന്നാൽ ബാപ്പ സമ്മതിക്കത്തില്ല. നല്ല ശമ്പളമുള്ള ജോലിയല്ലേ എന്ന് ബാപ്പ പറയുമായിരുന്നു. അതിനാൽ ഉമ്മ ഗൾഫിൽ തന്നെ നിന്നു. എന്നാൽ ബാപ്പയ്ക്കാണെങ്കിൽ നാട്ടിലുള്ളൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് ഉമ്മ അറിഞ്ഞു. അത് ചോദിക്കുവാനായി എത്തിയ ഉമ്മയെ ബാപ്പയും വീട്ടുകാരും ചേർന്ന് സംശയരോഗിയാക്കി. തിരികെ പോയ ഉമ്മ പിന്നെ നാട്ടിലേക്ക് വന്നിട്ടേയില്ല. ഉമ്മയെ വിശ്വസിച്ചത് വല്യമ്മ മാത്രമായിരുന്നു. അതുകൊണ്ട് വല്യമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഉമ്മ കത്തയക്കും. കുറെ നാൾ കഴിഞ്ഞ് അതും കാണാതായി. ബാപ്പ നാട്ടിലെ ആ സ്ത്രീയെ കല്യാണം കഴിച്ചു. അതിലെനിക്കൊരു അനുജനുമുണ്ട്. ബാപ്പയ്ക്ക് സ്ട്രോക്ക് വന്ന് കിടപ്പിലായപ്പോഴാണ് ബാപ്പ സത്യമെല്ലാം തുറന്നു പറഞ്ഞത്. ഉമ്മ ഒരു സംശയരോഗിയല്ല. ഉമ്മയ്ക്ക് തോന്നിയതെല്ലാം സത്യമായിരുന്നു എന്ന കാര്യം മകളോട് തുറന്നു പറഞ്ഞു. ഉമ്മ ചെയ്തതോർത്ത് ബാപ്പ കരയുമായിരുന്നു. കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെട്ട ഉമ്മയെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തിയപ്പോൾ ഉമ്മയ്ക്ക് എത്ര മനസ്സ് വേദനിച്ചു കാണും. എന്റെ ഉമ്മ പാവമാണെന്ന് പറഞ്ഞ് അവൾ ഒരുപാട് കരയും. ദിവ്യയും കൂട്ടുകാരിയും അവളെ സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അടുത്ത ദിവസം തന്നെ സലീമിനെ കാണുവാനായിട്ട് അവർ പോവുകയാണ്. സലീം പറയുന്നത്, ഇവിടെ ഒരു ഒമാനിയുടെ വീട്ടിൽ ഒരു സ്ത്രീ ജോലിക്ക് നിൽക്കുന്നുണ്ട്. പേര് ഷഹാനയുടെ ഉമ്മയുടെ പേര് തന്നെയാണ്, ഫാത്തിമ. ഒമാനി ഉംറയ്ക്ക് പോയിരിക്കുകയാണ്. ഒരു 4-5 ദിവസം കഴിയും തിരികെ വരാൻ. അപ്പോൾ നമുക്ക് കാണാമെന്നും സലീം പറയും. സലീം ഒമാനിയുടെ വീട്ടിൽ കണ്ടത് ഷഹാനയുടെ ഉമ്മയാണോ എന്ന് അറിയുവാനായിട്ട് ഷഹാനയാണെങ്കിൽ ഫോട്ടോ കാണിച്ചു. പക്ഷെ ഫോട്ടോയാണെങ്കിൽ അത്ര ക്ലിയർ ഇല്ലാത്തതായിരുന്നു. മാത്രവുമല്ല, പണ്ട് ഉമ്മ അവർക്ക് അയച്ച ലെറ്ററെല്ലാം ബിദയ എന്ന സ്ഥലത്ത് നിന്നായിരുന്നു. 2004 ഒരു വെള്ളപ്പൊക്കമുണ്ടായി ഒരുപാട് നാശനഷ്ടം ആ സ്ഥലത്തുണ്ടായെന്നും സലീം പറയും. അത് കേൾക്കുമ്പോൾ ഷഹാന ഒന്ന് പേടിക്കും. പേടിക്കണ്ട, നമുക്ക് അന്വേഷിക്കാമെന്നും സലീം അവളെ സമാധാനിപ്പിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് ഷഹാനയും ദിവ്യയുമായി തിരികെ വരുന്ന വഴിയിൽ ഫൈസലിനെ അവന്റെ ഇത്ത വിളിച്ചിട്ട്, നീയും സനയും തമ്മിലുള്ള വിവാഹം നടത്താനായിട്ട് ഇവിടെയുള്ളവർ നിർബന്ധിക്കുകയാ. ദിവ്യയോട് നീ തുറന്നു പറഞ്ഞോ കാര്യങ്ങൾ. 2 വർഷമായിട്ടും ഇതുവരെ നീ ഒന്നും പറഞ്ഞില്ലേ? നീ നമ്പർ താ, ഞാൻ അവളോട് നിന്റെ മനസ്സിലുള്ളത് പറയാമെന്നും ഇത്ത പറഞ്ഞു. ആദ്യം മടിച്ചെങ്കിലും ഫൈസൽ അവസാനം നമ്പർ കൊടുത്തു. ഫൈസലിനും ദിവ്യ ഇഷ്ടമാണ്. പക്ഷേ ദിവ്യയ്ക്ക് ഫൈസലും ഷഹാനയും നല്ല ക്ലോസ് ആകുന്നത് അത്ര ഇഷ്ടമാകുന്നതേയില്ല. ഉമ്മയെ കണ്ടാൽ ഉമ്മ നാട്ടിലേക്കില്ലെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമെന്ന് ഫൈസൽ ചോദിക്കുമ്പോൾ, ഞാനും നാട്ടിലേക്ക് പോകില്ല, ഞാൻ ഉമ്മയ്ക്കൊപ്പം ഇവിടെ നിൽക്കുമെന്നും ഷഹാന പറയുന്നു. അത് കേട്ട് ഫൈസൽ പറയുന്നത്, എന്നാൽ നീ നിന്റെ CV അയക്ക്, ഞങ്ങളുടെ കമ്പനിയിൽ നിനക്ക് ജോലി നോക്കാമെന്നും ഫൈസൽ പറഞ്ഞു. പക്ഷെ അത് ദിവ്യയ്ക്ക് എത്ര ഇഷ്ടമായില്ല. ആ ദേഷ്യം ദിവ്യ ഷഹാനയോട് കാണിക്കുവാനായും തുടങ്ങി. ഷഹാനയ്ക്ക് എന്തെന്നറിയാനേ പറ്റുന്നില്ല. അടുത്ത ദിവസം ഒമാനി തിരികെ വന്നതിനാൽ തന്റെ ഉമ്മയാണോ അവിടെയുള്ളതെന്നറിയാനായിട്ട് ഷഹാനയും കൂട്ടി ഫൈസലും കൂട്ടരും അവിടേക്ക് പോകും. എന്നാൽ അവിടെയുള്ള ഫാത്തിമയെ കണ്ട് നിറ കണ്ണുകളോടെ ഇതെന്റെ ഉമ്മയല്ലെന്ന് ഷഹാന പറഞ്ഞു. അവളുടെ പ്രതീക്ഷയും നഷ്ടമായി. എന്നാൽ ആ ഫാത്തിമയാണെങ്കിൽ പൊട്ടിക്കരയുകയാണ്. കാരണം ഇത്രയും വർഷമായിട്ട് തന്നെ ആരെങ്കിലും തിരക്കി വരുന്നെന്ന് കാത്തു കഴിയുന്ന ഒരു പാവം വീട്ടുജോലിക്കാരിയായിരുന്നു ആ ഫാത്തിമ. അവരുടെയും പ്രതീക്ഷ നഷ്ടമായി. അതിനുശേഷം അവർ പോയത് 2004 ഫ്ലഡ് റിപ്പോർട്ട് ചെയ്ത ന്യൂസ് റിപ്പോർട്ടറിന്റെ അടുത്തേക്കായിരുന്നു.
അയാളുടെ കൈവശം വലിയ ഡീറ്റെയിൽസ് ഒന്നുമില്ല, കുറച്ച് ഡോക്യുമെന്റ്സ് മാത്രമാണുള്ളത്. അതിൽ നിന്നും വല്ലതും കിട്ടുമോ എന്ന് നോക്കുവാനായിട്ടും അയാൾ പറയും. കൂടാതെ ഇന്ത്യൻ എംബസിയിൽ ഒന്ന് അന്വേഷിക്കുവാനായിട്ടും അയാൾ പറഞ്ഞതനുസരിച്ച് സലീമും ഫൈസലും ഷഹാനയും എംബസിയിലേക്കും എത്തി. 2004 നടന്ന ഫ്ലഡിന്റെ ഡീറ്റെയിൽസ് പോലീസിന്റെ കൈവശമാണുള്ളതെന്നും ഞാൻ പറയാമെന്നും അവിടുത്തെ ഓഫീസർ പറഞ്ഞു. അതനുസരിച്ച് പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തി. ആ കാലഘട്ടത്തിൽ ഫ്ലഡിൽ കാണാതെ പോയവരുടെ ഡീറ്റെയിൽസ് എല്ലാം പോലീസ് അവർക്ക് കൈമാറി. പക്ഷെ അതിൽ ഒരു ഇന്ത്യക്കാർ പോലുമില്ലായിരുന്നു. അങ്ങനെ അവർക്ക് ആ ഒരു പ്രതീക്ഷയും നഷ്ടമായി തിരികെ വരികയാണ്. ഷഹാനയും ഫൈസലും ഉമ്മയുടെ ഫോട്ടോയിലുള്ള ആ സ്ഥലത്തൊക്കെ എത്തുന്നുണ്ട്. അവൾക്ക് നല്ല വിഷമമുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഷഹാനെ ദിവ്യ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അത് ഷഹാനയ്ക്ക് മനസ്സിലാകും. ഫൈസലിന്റെ കാര്യം പറഞ്ഞ് അവന്റെ സഹോദരി വിളിക്കുമ്പോഴും അവരെ അവോയ്ഡ് ചെയ്ത് വിടുകയാണ് ദിവ്യ. അങ്ങനെ ഇരിക്കെ സലിമാണെങ്കിൽ ഷഹാനയുടെ ഉമ്മയുടെ അതേ രൂപസാദൃശ്യമുള്ള അതേ പേരുള്ള ഒരു സ്ത്രീയെ കണ്ടെത്തിയ കാര്യം ഫൈസലിനോട് പറയുന്നു. അതനുസരിച്ച് അടുത്ത ദിവസം പോകുവാനായി തീരുമാനിച്ച കാര്യവും ഫൈസൽ ഷഹാനെ അറിയിച്ചു. അപ്പോഴും ദിവ്യയെ വിളിക്കാത്തതിൽ അവൾക്ക് നല്ല ദേഷ്യമാണുള്ളത്. അവൾ അവനെ അവോയ്ഡ് ചെയ്യുന്നത് ഫൈസലിന് മനസ്സിലായി. ഷഹാനയ്ക്കൊപ്പം പോകുവാനായിട്ട് ദിവ്യയെ വിളിക്കുമ്പോഴും അവൾ അതിന് തയ്യാറാകില്ല. നീ അവളോടൊപ്പം പോയി എൻജോയ് ചെയ് എന്ന് പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്യുന്നതും. അവളുടെ മനസ്സിൽ എന്തോ കരട് വീണെന്ന കാര്യം ഫൈസലിന് മനസ്സിലായി. അടുത്ത ദിവസം ഫൈസലും ഷഹാനയും ഫൈസലിന്റെ കൂട്ടുകാരനും ഓഫീസിലെ സ്റ്റാഫായ ഖാലിദും കൂടി ഖാലിദിന്റെ കാറിൽ അവിടേക്ക് യാത്രയായി. പോകുന്ന വഴിയിൽ ദിവ്യയെ വിളിക്കുമ്പോഴെല്ലാം അവൾ കോൾ എടുക്കില്ല. വിജനമായ മരുഭൂമിയിലെ ഒരു ഗ്രാമത്തിലാണ് ആ ഉമ്മയുള്ളതെന്നും സലിം പ്രത്യേകം പറഞ്ഞിരുന്നു. അവിടേക്ക് പോകുന്ന വഴിയിൽ സൺസെറ്റ് കാണുവാനായിട്ടും അവർ കാർ നിർത്തി. അതിനിടയിൽ ഫൈസലാണെങ്കിൽ ദിവ്യയ്ക്ക് വോയിസ് മെസ്സേജ് അയച്ചു. സൺസെറ്റ് കാണുവാനായിട്ട് നിൽക്കുക, നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അവളെ പ്രപ്പോസും ചെയ്യും. ആ മെസ്സേജ് ദിവ്യ സീൻ ചെയ്തു. പക്ഷെ റിപ്ലൈ ഒന്നും കൊടുത്തില്ല. എന്നാൽ കുറെ നേരം കഴിഞ്ഞപ്പോൾ ഫൈസലിന് റേഞ്ചും കട്ടായി. വീണ്ടും അവർ യാത്ര തുടർന്നപ്പോൾ അവർക്ക് വഴിതെറ്റി. രണ്ടും കൽപ്പിച്ച് മുന്നോട്ടു പോകും. പക്ഷേ അത് ലോകത്തിലെ തന്നെ ഏറ്റവും അപകടം നിറഞ്ഞ മരുഭൂമിയിലൂടെയായിരുന്നു അവരുടെ യാത്ര. ആദ്യം യാത്ര തിരിച്ചപ്പോൾ തന്നെ ഷഹാനയ്ക്ക് ഈ യാത്രയിൽ ഉമ്മയെ കാണാമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് അവളൊരു പർദ്ദയും വാങ്ങി വെച്ചിരുന്നു. പക്ഷേ അവളുടെ പ്രതീക്ഷയെല്ലാം നഷ്ടമായി തുടങ്ങി. അവർക്ക് വീണ്ടും വഴിതെറ്റി. കാറിന്റെ ടയറാണെങ്കിൽ മണ്ണിൽ താഴ്ന്നു പോവുകയും ചെയ്തു. അന്നേ ദിവസം രാത്രി അവർ കാറിൽ കഴിച്ചുകൂട്ടി. നേരം പുലർന്നു. പക്ഷെ നല്ല ചൂട്, പുറത്തിറങ്ങുവാൻ പോലും പറ്റുന്നില്ല. ഒരുവിധം അവർ ടയർ പുറത്തെടുത്തു. അപകടം നിറഞ്ഞ ജീവികളും ഉണ്ടായിരുന്നു അവിടെ. മാത്രമല്ല നല്ല മണൽക്കാറ്റും. വീണ്ടും അവർ കാറിൽ യാത്രയാകുന്ന സമയത്ത് പെട്രോളും കുറവാണെന്ന കാര്യം ഖാലിദ് പറയും. എന്നാൽ ഇവരെയൊന്നും വിളിച്ചിട്ട് കിട്ടാത്തതിനാൽ സലീമും കൂട്ടരും പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് അന്വേഷണം ആരംഭിക്കുകയാണ്. അവരുടെ കാർ മരുഭൂമി പാസ് ചെയ്യുന്ന CCTV ഫുട്ടേജ് കിട്ടിയത് വെച്ച് അന്വേഷണം നടത്തി. പക്ഷേ അവരുടെ കാർ പോലും കണ്ടെത്തുവാനായില്ല. 2ാം ദിവസമായി. ആഹാരമില്ല, വെള്ളമില്ല. ഫൈസലും കൂട്ടരും കഷ്ടപ്പെടുന്നു. അവർക്ക് ആ ഒരു മരുഭൂമിയിൽ നിന്നും രക്ഷപ്പെടാമെന്ന പ്രതീക്ഷയും നഷ്ടമായി. ഷഹാന കാറിലിരുന്ന് കരയുകയാണ്. ഫൈസൽ വിവരം തിരക്കുമ്പോൾ എന്റെ ഉമ്മയെ കാണാമെന്ന പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് നഷ്ടമായി. ഇനി എനിക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞാണ് അവൾ ആ പർദ്ദ കെട്ടിപ്പിടിച്ച് കരയുന്നതും. ദിവ്യയും വിവരം അറിഞ്ഞ് ആകെ ടെൻഷൻ. ദിവ്യയ്ക്ക് ലാസ്റ്റ് ഫൈസൽ വോയിസ് മെസ്സേജ് അയച്ചതിൽ സൺസെറ്റ് കണ്ട കാര്യം പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു. അത് സലീമിനോടും കൂട്ടരോടും അവൾ പറഞ്ഞു. ആ സ്ഥലം കേന്ദ്രീകരിച്ച് റെസ്ക്യൂ ടീം അന്വേഷണം ആരംഭിച്ചു. ഇവരെ 4 പേരെയും മരുഭൂമിയിൽ കാണാതായ വിവരം ന്യൂസിലാകെ വൈറലായി. അതോടെ നാട്ടിലുള്ള ബന്ധുക്കളുമെല്ലാം വാർത്ത കാണുകയാണ്. അവർക്കും ആകെ ടെൻഷൻ. മറ്റൊരു വശത്ത് വണ്ടിയിലെ പെട്രോൾ തീർന്ന് 4 പേരും പുറത്തിറങ്ങി നിൽക്കുകയാണ്. മണൽക്കാറ്റ് വീശുന്നു. ശക്തമായ മണൽക്കാറ്റിൽ അവർ പെട്ടുപോയി. ആ ഒരു ശക്തമായ മണൽക്കാറ്റിൽ പോലീസും അന്വേഷണം നിർത്തിവെച്ചു. അടുത്ത ദിവസം ഹെലികോപ്റ്ററിൽ വന്ന ടീമാണെങ്കിൽ കാറ് കണ്ടെത്തുകയാണ്. അവിടേക്ക് മറ്റുള്ള പോലീസുകാരും എത്തിയപ്പോൾ മണലിൽ ബോധം വച്ച് പൊള്ളലേറ്റ് കിടക്കുകയാണ് 4 പേരും. അവരെ ഹോസ്പിറ്റലിലേക്കും എത്തിച്ചു. വിവരമറിഞ്ഞ് സലിമും കൂട്ടരും പിന്നെ ദിവ്യയും ഹോസ്പിറ്റലിലേക്ക് യാത്രയായി. പോകുന്ന വഴിയിൽ 4 പേർക്കും സീരിയസ് ആണെന്നും അതിലൊരാൾ മരിച്ചു എന്ന കാര്യവും സലീം അറിയുകയാണ്. ആരാണ് മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതറിയത്തില്ല എന്നായിരുന്നു വിളിച്ച ആളിന്റെ മറുപടിയും. അങ്ങനെ അവർ ഹോസ്പിറ്റലിലെത്തി. സലീമും മറ്റൊരു കൂട്ടുകാരനുമാണ് 4 പേരെയും കാണുവാനായിട്ട് ICUവിലേക്ക് കയറിയതും. ICUവിൽ കണ്ട കാഴ്ച, അതിൽ 3 പേർക്ക് ജീവനുണ്ട്. ആരെന്നാൽ ഫൈസലും ഫൈസലിന്റെ കൂട്ടുകാരനും ഖാലിദുമായിരുന്നു. അപ്പോൾ മരിച്ചത് മറ്റാരുമല്ല,
ഷഹാന തന്നെയായിരുന്നു. അവളുടെ ഉമ്മയെ അന്വേഷിച്ചു വന്നിട്ട് ഇപ്പോൾ അവൾക്ക് ഉമ്മയെ കാണാൻ പറ്റാതെ അവൾ പരലോകത്തേക്ക് യാത്രയായി. ആ ഒരു സങ്കടം സലീമിനും കൂട്ടുകാരനും താങ്ങാനായില്ല. പുറത്തേക്ക് വന്ന സലീമാണെങ്കിൽ വളരെ സങ്കടത്തോടെ എല്ലാവരോടും ആ വിവരം പറഞ്ഞു. ബോഡി നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാ കാര്യവും ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് അവർ. എന്നാൽ വിളിക്കുവാനായിട്ടുള്ള കോണ്ടാക്ട് നമ്പറൊന്നും അവരുടെ കൈവശമില്ലല്ലോ. ഷഹാനയുടെ ബാഗും പിന്നെ അവളുടെ ഫോണും എല്ലാം കൊണ്ടുവന്ന് ദിവ്യയെ ഏൽപ്പിക്കുകയാണ്. ദിവ്യ ഫോൺ സ്വിച്ച് ഓൺ ആക്കി നോക്കും. പക്ഷേ ഫോണിനാണെങ്കിൽ ലോക്കുണ്ടല്ലോ. എങ്ങനെ വീട്ടുകാരെ അറിയിക്കുമെന്ന ടെൻഷനാണ്. അപ്പോൾ സലീമാണെങ്കിൽ സലീമിന്റെ സഹോദരിയെ വിളിക്കും. സഹോദരിയുടെ കൂട്ടുകാരിയാണല്ലോ ഈ ഷഹാന. എന്നാൽ ഷഹാനയുടെ ഫോണാണെങ്കിൽ ഓൺ ആയ സമയത്ത് ദിവ്യയുടെ ഫോണിലേക്ക് വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വരികയാണ്. അത് ഷഹാന അയച്ച വോയിസ് മെസ്സേജ് ആയിരുന്നു. ആരും കാണാതെ മാറി നിന്ന് കേൾക്കുകയാണ് ദിവ്യ. അതിൽ ഷഹാന പറയുന്നത് എന്തെന്നാൽ, ഫൈസലിന് ദിവ്യ എന്ന് വെച്ചാൽ ജീവനാണ്. അവൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ദിവ്യയെ തന്നെയാണ്. പിന്നെ ഞാനുമായിട്ട് ഫൈസലിന് ഒരു ബന്ധവുമില്ല. അങ്ങനെ ഒരിക്കലും കരുതരുത്. ഞാൻ കാരണം ദിവ്യയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പിന്നെ ഞാൻ ഇവിടുന്ന് ജീവനോടെ വരുമോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്നായിരുന്നു അവളുടെ വോയിസ് മെസ്സേജ്. അത് കേട്ട് ദിവ്യയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കാനായില്ല. തന്റെ ഏറ്റവും വലിയ ആഗ്രഹം മനസ്സിലൊതുക്കി ഷഹാന ഈ ലോകത്തിൽ നിന്ന് തന്നെ യാത്രയായി. ഷഹാനയുടെ കഥയുണ്ടല്ലോ, ഉമ്മയെ അന്വേഷിച്ച് ഗൾഫിലേക്ക് വന്ന ആ ഒരു കഥ, അതവിടുത്തെ ന്യൂസിൽ ആകെ വ്യാപിച്ചു. അവളുടെ ഉമ്മയുടെ ഫോട്ടോയും അതിൽ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഷഹാനയുടെ ഈ ഒരു ന്യൂസ് ഉണ്ടല്ലോ, അതൊരു അറബി വീട്ടിൽ ഇട്ടിരിക്കുകയാണ്. അവിടെയുള്ളവരെല്ലാം ഇരുന്ന് ഫുഡ് കഴിക്കുന്നുമുണ്ട്. ഫുഡ് കൊടുക്കുവാനായിട്ട് അവിടുത്തെ വേലക്കാരി മുന്നിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അവർ ഫുഡും എടുത്തു വെച്ച് തിരികെ നടന്നു പോകുന്ന സമയത്ത് ഷഹാനയുടെ ഫോട്ടോയ്ക്കൊപ്പം ആ ന്യൂസിൽ അവളുടെ ഉമ്മയുടെ ഫോട്ടോയും കൊടുത്തിരുന്നു. പക്ഷെ അത് മറ്റാരും ശ്രദ്ധിച്ചതുമില്ല. എന്നാൽ ആ ഒരു ഫോട്ടോയും ദേ അറബി വീട്ടിലുള്ളവർക്ക് ഫുഡ് കൊടുത്തിട്ട് പോകുന്ന ആ ഒരു ജോലിക്കാരിയുടെ മുഖവും ഒരുപോലെ തന്നെയായിരുന്നു. അതെ, ഷഹാനയുടെ ഉമ്മ തന്നെയായിരുന്നു അത്. തന്റെ മകൾ ഉമ്മയെ അന്വേഷിച്ച് അവിടേക്ക് എത്തിയിരുന്നു. അവിടെ വെച്ച് മരണപ്പെട്ടു പോയി എന്നുള്ള കാര്യമൊന്നും അറിയാതെ ആ പാവം ഉമ്മ ആ ഒരു വീട്ടിൽ കഴിഞ്ഞു കൂടുകയാണ്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.